വെരി ടേസ്റ്റിയും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഹോം മെയ്ഡ് ലഡു. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ലഡു ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹോം മെയ്ഡ് ലഡുവിൻ്റേതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻഗ്രീഡിയൻസും ചെയ്യേണ്ട വിധവും പറയാം. ഇതിനായി കൊണ്ട് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ താഴെയായിട്ട് ഓറഞ്ച് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഫുഡ് കളർ വേണ്ടാത്തവർക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒഴിക്കണം, ഒന്നിച്ചൊഴിക്കരുത്. നമ്മുടെ പക്കവടയുടെ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക. മാവ് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വലിയ പാത്രത്തിലിട്ടാണ് കുഴച്ചത്. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ്. ലഡുവിന് വേണ്ടിയുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു പാത്രത്തിൽ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ചെറിയ ബോൾസാക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു നുള്ള ബാറ്റർ ഇട്ടിട്ട് എണ്ണയുടെ ചൂട് നോക്കി പാകമായിട്ടുണ്ട്. ഇനി ഇതുപോലെ ബോൾസാക്കി ഇട്ടിട്ട് എല്ലാം നമ്മുടെ പക്കവട ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയെടുക്കണം. ഏതാണ്ട് പക്കവടൻ്റെ മൂപ്പിന് റെഡിയാക്കിയിട്ട് കോരിയെടുക്കുക. ബാക്കിയുള്ളതും കൂടി ചെയ്യാം. ഇത് ചെയ്യുന്നത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ലഡുവാണ്. സാധാരണ ലഡു നമ്മൾ ഗൂന്തിയൊക്കെ ചെയ്യുക. ഗൂന്തി മറ്റേ അരിപ്പക്കയിലോ ഏതെങ്കിലും കുറച്ച് ലൂസായിട്ട് കലക്കിയിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ലഡു ഗൂന്തി ഉണ്ടാക്കിയെടുക്കണം ആദ്യം. ശേഷമാണ് നമുക്ക് ലഡു ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പ വഴിയാണ്. ഇത് നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയേ വേണ്ടുള്ളൂ. ശേഷം എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ കാണുക. ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കോരി മാറ്റിയിട്ട് അത് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോഴും നിങ്ങളെ കാണിക്കാനായിക്കൊണ്ട് ഒരു 200 ഗ്രാം കടലമാവ് ഞാൻ ചെയ്യുന്നത്. ഇതും കോരിയെടുക്കാൻ പാകമായി വന്നിട്ടുണ്ട്. എല്ലാം പക്കവടയുടെ പാകത്തിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊന്ന് തണുത്ത ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സി ജാറിലിട്ടിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം പാകത്തിന് പൊടിഞ്ഞു വരും. അങ്ങനെ നൈസായിട്ടുള്ള പൊടിയാവരുത്, തരിതരിയായിട്ട് വേണം. എളുപ്പത്തിൽ നമ്മുടെ ലഡു ഗൂന്തി റെഡി. ഇനി ഇതൊന്ന് പ്രിപ്പറേഷൻ ഉണ്ട്. ഒരു വലിയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് നിറയെ ഷുഗറും 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 1/2 കപ്പ് വെള്ളം, 3-4 ഏലക്കായ പൊടിച്ചത്, രണ്ട് 3 ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി 2-3 മിനിറ്റ് തിളച്ച ശേഷം നൂൽപ്പരുവൊന്നും ആവേണ്ടയില്ല. ശേഷം നമുക്ക് റെഡിയാക്കി വെച്ച ഗൂന്തി ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ കളർ തന്നെ ചേർത്ത് ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഗൂന്തിയിൽ ഷുഗർ സിറപ്പ് നന്നായി പിടിച്ചു വന്ന് ആറി വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാഷ്യും കിസ്മിസും ഇട്ട് കൊടുക്കണം. ലഡുഗൂന്തിയിൽ ഷുഗർ സിറപ്പൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്, എല്ലാം ആറി വരുന്നുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ഞങ്ങൾക്കത് അത്ര ആരോഗ്യത്തിന് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല.
ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി കൈക്ക് പറ്റുന്ന ചൂട് വരെ ഒന്ന് തണുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കണം. ഇപ്പോഴും നല്ല സൈക്കബിൾ ചൂടുണ്ട് കേട്ടോ. എങ്കിലും നമുക്ക് ആ ലഡുവിൻ്റെ ഷേപ്പ് ശരിക്കും കിട്ടണമെങ്കിൽ ഈ ചൂട് തന്നെ ഉരുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ എല്ലാം ചൂടോടെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ നെയ്യ് ചേർക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒരു മിനുസം കാണും. അതിൻ്റെ പുറക്കെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. ഇത് പിന്നെ അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് ആരോഗ്യത്തിന് പറ്റില്ലെങ്കിൽ പിന്നെ ചേർത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലഡു റെഡിയാണ്. നിങ്ങൾക്ക് ഈ ലഡുവിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.